പദമേകം ന ഗച്ഛേത്തു യദിച്ഛേത് ശുഭമാത്മനാ കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലാഭശ്ച വിജയഃ സാർവകാമികാം യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. പദമേകം ന ഗച്ഛേത്തു യദിച്ഛേത് ശുഭമാത്മന കവചേനാവൃതോ നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥ ലാഭശ്ച വിജയ സാർവകാമിക യം യം ചിന്തയതേ കാമം തം തമാപ്നോതി നിശ്ചിതം. ആത്മനാ ശുഭം, തൻ്റെ ശുഭത്തെ ഇച്ഛേത് യതി ഇച്ഛിക്കുന്നു എങ്കിൽ കവചം വിന, കവചം കൂടാതെ ഏകം പദം, ഒരു പദം അല്ലെങ്കിൽ ഒരടി പോലും ന ഗച്ഛേത് പോകരുത്. നിത്യം കവചേന ആവൃത, എന്നും കവചത്താൽ ആവൃതനായവൻ എത്ര എത്ര ഗച്ഛതീഹി, എവിടെ എവിടെ പോകുന്നുവോ തത്ര തത്ര, അവിടെ അവിടെ അർത്ഥലാഭാച്ച, അർത്ഥലാഭവും സാർവകാമിക വിജയ, എല്ലാ ആഗ്രഹങ്ങളിലും വിജയവും യം യം കാമം ചിന്തയതേ, ഏതു കാമങ്ങൾ ചിന്തിക്കുന്നുവോ തം തം നിശ്ചിതം ആപ്നോതി, അതെല്ലാം തീർച്ചയായും പ്രാപിക്കും. തനിക്ക് ശുഭമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ കവചത്തോടു കൂടിയല്ലാതെ ഒരടി പോലും വെക്കരുത്. എന്നും കവചത്താൽ ആവൃതനായി എവിടെ പോയാലും അവിടെയെല്ലാം അർത്ഥലാഭവും വിജയവും ഉണ്ടാകുന്നു, എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുന്നു, ഇത് നിശ്ചയം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യാം സംഗ്രാമേ ശബരാജിതാം ത്രൈലോക്യേത്തു ഭവേത് പൂജ്യാം കവചേനാവൃത പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. പരമൈശ്വര്യമതുലം പ്രാപ്സ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേഷു അപരാജിത ത്രൈലോക്യേത്തു ഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ ഇദം തു ദേവ്യാ കവചം ദേവാനാമപി ദുർലഭം. പുമാൻ, കവചത്താൽ ആവൃതനായ പുരുഷൻ ഭൂതലേ, ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂതലത്തിൽ പരം അതുലം ഐശ്വര്യം പ്രാപ്സ്യതേ, പരമമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ അതുല്യമായ ഐശ്വര്യത്തെ പ്രാപിക്കുന്നു. മർത്യ, കവചത്താൽ ആവൃതനായ മനുഷ്യൻ സംഗ്രാമേഷു അപരാജിത, യുദ്ധങ്ങളിൽ തോൽക്കാത്തവനും നിർഭയാജായതേ, ഭയമില്ലാത്തവനുമായി ഭവിക്കുന്നു. കവചേന ആവൃത പുമാൻ, കവചത്താൽ ആവൃതനായ പുരുഷൻ ത്രൈലോക്യേത്തു, 3 ലോകങ്ങളിലും പൂജ്യാഭവേത്, പൂജിക്കപ്പെടുന്നവനായി ഭവിക്കുന്നു. ദേവ്യ, ദേവിയുടെ ഇതം കവചം തു, ഈ കവചം ആകട്ടെ ദേവാനാം അഭിദുർലഭം, ദേവന്മാർക്ക് പോലും ദുർലഭമാണ്, എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. കവചം ധരിച്ചിട്ടുള്ള പുരുഷൻ ഭൂമിയിൽ ശ്രേഷ്ഠവും അതുല്യവുമായ ഐശ്വര്യത്തെ പ്രാപിക്കും. അങ്ങനെയുള്ള മനുഷ്യൻ യുദ്ധങ്ങളിൽ അപരാജിതനും നിർഭയനുമായി തീരും. കവചത്താൽ ആവൃതനായ പുരുഷൻ 3 ലോകങ്ങളിലും പൂജ്യനായി ഭവിക്കും. ദേവിയുടെ ഈ കവചം ദേവന്മാർക്ക് പോലും ദുർലഭമാണ്. യപ്പടേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാനിതാം ദൈവീ കലാ ഭവേത് തസ്യാം ത്രൈലോക്യേ ച അപരാജിതാം ജീവേത് വർഷശതം സാഗ്രം അപമൃത്യുവിവർജിതാം നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയാം. യപ്പടേത് പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്വിതാം ദൈവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യേ ച അപരാജിത ജീവേത് വർഷശതം സാഗ്രം അപമൃത്യുവിവർജിത നശ്യന്തി വ്യാധയഃ സർവേ ലൂതാ വിസ്ഫോടകാദയ. ഈ കവചത്തെ ഏതൊരുവൻ പ്രയത, ഭക്തിയുള്ളവനായി അല്ലെങ്കിൽ ശുദ്ധിയുള്ളവനായി ശ്രദ്ധയാനിത, ശ്രദ്ധയോടുകൂടിയവനായിട്ട് നിത്യം ത്രിസന്ധ്യം പഠേത്, എന്നും 3 സന്ധ്യകളിലും പഠിക്കുന്നുവോ തസ്യ, അവന് ദൈവീ കലാ ഭവേ, ദൈവീ കല ലഭിക്കും. ത്രൈലോക്യേച്ച അപരാജിത, 3 ലോകങ്ങളിലും അപരാജിതനായി അപമൃത്യു വിവർജിത, അപമൃത്യുയില്ലാത്തവനായി സാഗ്രം വർഷശതം ജീവിയത്, 100 വർഷം പൂർണ്ണമായി ജീവിക്കും. ലൂധാ വിസ്ഫോടകാദയ മസൂരി തുടങ്ങിയ സർവേ വ്യാധയാ നശ്യന്തി,
എല്ലാ വ്യാധികളും നശിക്കുന്നു. നിത്യവും ശുദ്ധനായി ഭക്തിയോടെയും ശ്രദ്ധയോടെയും ഈ കവചം ത്രിസന്ധ്യകളിലും ജപിക്കുന്നവന് ദൈവീകല ഉണ്ടാകും. 3 ലോകങ്ങളിലും അപരാജിതനായി അപമൃത്യു കൂടാതെ 100 വർഷം പൂർണ്ണമായി ജീവിക്കും. അവൻ്റെ ലൂഥാവിസ്ഫോടകാദികളായ രോഗങ്ങളെല്ലാം നശിക്കും. ദൈവീകല എന്ന് പറഞ്ഞാൽ ദേവസമ്പത്ത്, ദേവീ കടാക്ഷം മൂലം ലഭിക്കുന്ന ചൈതന്യം. ലൂഥ ഒരു രോഗമാണ്, തൊലി അവിടെ ഇവിടെ വിണ്ടുകീറുന്ന പോലെയുള്ള സോറിയാസിസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിസ്ഫോടം, വസൂരി.